ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇവർ പുണ്യം ചെയ്ത ജന്മങ്ങളാണ്. കാരണം ജാതിക്കും മതത്തിനൊക്കെ അതീതമായി ഒരുപാട് ആൾക്കാർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിത്യേനെ വന്ന് അവരെ കാണുകയും ചെയ്യുന്ന ഒരു ഭൂമിയാണത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തെ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരൊക്കെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദിവസമുണ്ട്. ജൂലൈ 30 വയനാട് ചൂരൽമല ദുരന്തം. അതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടവരടക്കം ചെയ്ത ഭൂമിയുണ്ട്, ഹൃദയഭൂമി പുത്തുമലയില. അവിടെയുണ്ട്. അവിടെ ഇന്ന് ഓർമ്മ ദിവസമാണ്. ഒരുപാട് ആൾക്കാർ ഒത്തുകൂടിയിട്ടുണ്ട്. ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്നതല്ല. ഇന്നലെ യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് ഡേറ്റ് ഓർമ്മ വന്നു. അങ്ങനെ രാവിലെ ഇറങ്ങിയതാണ്. നല്ല മഴയാണ് വയനാട് ജില്ലയിൽ. വയനാട് ജില്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി കൊടുത്തിരിക്കുകയാണ്. ഇന്ന് 2ാം ആണ്ടാണ്. ഈ ജൂലൈ 30 എന്ന് പറഞ്ഞാൽ ഒരു മലയാളിയും ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവരൊന്നും ഈ ദിവസം മറക്കില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഹൃദയഭൂമിയിൽ 2ാം തവണയാണ്. പുത്തുമലയിലാണ്. ഇവിടെ ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ സ്വന്തക്കാരാരുമില്ല. പക്ഷേ എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട ഫീലാണ് എനിക്ക് അവിടെ. അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും അവിടെ വന്ന ഏതൊരാൾക്കും. കാരണം ബന്ധുക്കാർ നഷ്ടപ്പെട്ടവരുണ്ട്, സുഹൃത്തുക്കൾ, അയൽവാസികൾ, അങ്ങനെ ഒരുപാട് പേര്, ഉറ്റവരൊക്കെ നഷ്ടപ്പെട്ടവരൊക്കെ ഇന്ന് അവിടെ ഉണ്ട്. അതുകൂടാതെ ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, അന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട NDFR സംഘം, പോലീസ്, സന്നദ്ധ പ്രവർത്തകർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇന്ന് ഒത്തുചേർന്ന് അവരുടെയൊക്കെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ എങ്ങനെയാണോ കടന്നുപോയത് അതേ ഫീലൊക്കെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇപ്പോഴും 2ാം ആണ്ടായിട്ട് പോലും ആ വേദനയിൽ നിന്നും മുക്തി നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ മുക്തി നേടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർവ്വമത പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നല്ല മഴയത്തും ഒത്തുകൂടി അവരെയൊക്കെ ഓർത്ത് എന്നും ഓർക്കുന്നുണ്ട്. എന്നും വരുന്നവരുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാരെ ഇനിയും കണ്ടെത്താനുണ്ട്. കണ്ടെത്തിയതിൽ തന്നെ തിരിച്ചറിയാത്തവരെയൊക്കെയാണ് നമ്പറിട്ട് അവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഇന്നേ ദിവസം തന്നെ ചൂരൽമല ദുരന്തം നടന്ന സ്ഥലത്തും അവർ ഒത്തുചേർന്ന് ഒരുപാട് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇന്നും അവിടെ ആ ഹൃദയഭൂമിയിൽ ഇറങ്ങിയത്. അപ്പോൾ ഒരുപാടൊന്നും പറയുന്നില്ല. പിന്നെ ഈ പുത്തുമല, അതുകൂടാതെ ഈ ഭൂമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുത്തുമല 2019 ഇവിടെയും ഒരു വലിയ ദുരന്തം നടന്നതാണ്. ഒരുപാട് ആൾക്കാർ, 17 ആൾക്കാർ മരണത്തിൽ കീഴപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ആ 17 പേരിൽ 12 പേരുടെ മൃതദേഹം കിട്ടി. ഇന്നും ഒരു 5 പേരുടെ മൃതദേഹം കണ്ടെത്താനുണ്ട്.